ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? ഇപ്പോൾ ആകെ കൂടെ യൂട്യൂബ് തുറന്നാൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കൊറിയൻ സ്ക്രാഫ്. പെട്ടെന്ന് കൊറിയർ എന്ന് വരും. ഇപ്പോൾ കൊറിയൻ സ്ക്രാഫ് ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും ഇപ്പോൾ ഈ ഒരു സംഭവമാണ് കാണുന്നത്. അപ്പോൾ 2 ദിവസം മുന്നേ എന്നോടൊരു കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സെയിൽ ചെയ്യണുണ്ടോയെന്ന്. അപ്പോഴാണ് സത്യത്തിൽ ഇതിനെക്കുറിച്ച് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്കും വളരെ നല്ലൊരു എളുപ്പമായിട്ട് തോന്നുകയും ചെയ്ത്. അപ്പോൾ ഇത് സെയിൽ ചെയ്താൽ എന്താണെന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മളിത് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുക എന്നാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ചെറിയൊരു കുട്ടിയുടെ അളവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ നീളം ഞാൻ എടുക്കുന്നത് ഒരു 13 ഞാൻ നീളം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഏകദേശം ഒരു ചെറിയ കുട്ടി, അതായത് ഒരു 5-6 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രാഫാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇടുന്ന ഒരു 13 നീളത്തിലാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 7 ഇതിലാണ് വീതി മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുക, വീതി 7 കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് 2 ഇഞ്ച് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ വീഡിയോസിൽ കാണുന്ന അതേപോലെയാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത്. ഏതൊരു വീട്ടമ്മമാർക്കും വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. സ്ക്രഞ്ചീസൊക്കെ അടിക്കണമെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഇതും സെയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് താഴേക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ 2 ഇഞ്ചിൻ്റെ അവിടുന്ന് താഴെ നമ്മൾ 13 ഇഞ്ച് വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവിടം വരെ നമ്മളിത് ചെരിച്ച് വരച്ചു കൊടുക്കുക. ചെരിച്ച് വരച്ചു കൊടുക്കണം. എന്തിനാണ് നമ്മൾ ആ 13 ഇഞ്ചിൻ്റെ അവിടുന്ന് ഈ താഴത്തേക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ള 2 ഇഞ്ചിൻ്റെ അവിടെ വരെ നമ്മൾ ഇതേപോലെ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള തുണി അങ്ങോട്ട് മാറ്റിയിടണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ വരെയാണ് നമ്മുടെ 2 ഇഞ്ച്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ചെരിച്ച് സ്ട്രെയിറ്റായിട്ട് നേരെ കട്ട് ചെയ്യും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പീസ് കിട്ടിയിട്ടുള്ളത്. കണ്ട, ഇതേപോലെയാണ് നമ്മുടെ പീസ് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു അറ്റത്തും ഈ ഒരു അറ്റത്തും നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അതാണ് അവിടെ അങ്ങനെ കാണിക്കുന്നത്. ആ ഒരു കൈയിൻ്റെ ഭാഗത്തും ഈ ഒരു ഭാഗത്തും നമ്മൾ 2 ഇഞ്ച് കണ്ട, അവിടെയാണ് നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടുള്ളത്. ഇനി അവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ മടക്കി അടിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ലേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ലേസ് അങ്ങനെ വെച്ച് കൊടുക്കുക. അതായത് ആ 2 ഇഞ്ച് മുതൽ തുടങ്ങി ഈ 2 ഇഞ്ച് മുതൽ വരെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പോൾ അത് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ട, ഈ ഒരു ലേസാണ് നമ്മൾ വെച്ചെടുക്കുന്നത്. അതായത് നല്ല വശം ചീത്ത വശമൊക്കെ നോക്കണം കേട്ടോ തുണിയുടെ. ഇനി ഇത് ഇവിടുന്ന് അങ്ങോട്ട് ആ 2 ഇഞ്ചിൻ്റെ അവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് നമ്മൾ വെച്ച് അടിച്ചു കൊടുക്കുക. അപ്പോൾ അടിക്കണമെന്നും ഞാൻ ഈ വീഡിയോസിൽ കാണിക്കണില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇവിടുന്നാണ് നമ്മൾ 2 ഇഞ്ചിൻ്റെ ഇവിടുന്ന് വിട്ടിട്ട് ഇവിടുന്നാണ് നമ്മൾ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ലേസ് വെച്ചിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സൈഡും ആ 2 ഇഞ്ച് ഇറക്കം നമ്മൾ എടുത്തില്ലേ, അവിടം വരെയാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് അടിച്ച് വന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ നമുക്ക് ഈ ലേസ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട, എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ആ 2 ഇഞ്ചിൻ്റെ അവിടെ നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അവിടുന്ന് ഈ 2 ഇഞ്ചിൻ്റെ അവിടം വരെയാണ് നമ്മൾ ലേസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ബാക്കി നമ്മളത് വെച്ച് കൊടുത്ത് ഇവിടെ അവസാനം എന്തോ കട്ട് ചെയ്തിട്ട് വീണ്ടും അവിടുന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതെല്ലാം നമ്മൾ മടക്കി കൊടുത്തിട്ട് അങ്ങനെ വെച്ചടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. കണ്ട, അപ്പോൾ ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ 2 ഇഞ്ച് വിട്ടിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഒന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക.
വീഡിയോസിൽ കാണുന്ന പോലെ 1 ഇഞ്ച് ഫോൾഡ് ചെയ്യുക, വീണ്ടും ഒരു ഇതിൽ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ വല്ല ലേസോ വേറെ എന്തെങ്കിലും മോഡലൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ ലേസ് വെച്ച് കൊടുക്കുക. അപ്പം ഞാനും ഇതേപോലെ തന്നെ ഈ ഒരു സെയിം 2 സൈഡിലും വെച്ച അതേപോലത്തെ ലേസ് തന്നെയാണ് നമ്മൾ ഇവിടെയും വെച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഉണ്ട്, ഇനി ഫ്രണ്ട് ഭാഗത്ത് വേറൊരു മോഡലായിക്കോട്ടെ അങ്ങനെ വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു രീതിയിലും ചെയ്തെടുക്കാം. അപ്പം ഞാനവിടെ അടിച്ചിട്ട് വന്നതിന് ശേഷമാണ് ലേസ് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ആ മടക്കണേ കൂടെ തന്നെ ലേസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ട നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കണ്ട ശരിക്കൊരു ഒരു ഷേപ്പിലാണ് നമുക്കിത് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ ഇനി നമ്മളിതിൽ ഹെയർ ബെൻഡാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ബെൻഡാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഹെയർ ബെൻഡ് ഇടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ഇഞ്ച് വിട്ടിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ പതിച്ചടിക്കട്ടോ. ഞാൻ അടിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ ഈ ഒരു ഹെയർ ബെൻഡ് കടത്തി കൊടുക്കാൻ. കണ്ടോ, ഇത്രയാണ് പണിയുള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല നല്ല തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർ അളവ് പറയുമ്പോൾ അവരെ അളവിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കിത് സെയിൽ ചെയ്യാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനത്തെ ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിലിരുന്നിട്ട് ഒരു വരുമാന മാർഗ്ഗമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ നമുക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം. കാരണം ഓൺലൈനിലാണെങ്കിലും ഷോപ്പുകളിലൊക്കെ ആണെങ്കിലും 500-600 ഉറുപ്പ്യൊക്കെ ഉണ്ട് ഒരു സ്ക്രാഫിന്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിത് ടൈലറിങ് അറിയുന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുക. അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഇത് വേണം, ഏത് മോഡലാണ് ഏത് ഏജിന് വേണ്ടതാണെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് അങ്ങോട്ട് എത്തിച്ചു തരുന്നതാണ്. കടലിലത്തെ പോലൊന്നും വലിയ ഓവർ റേറ്റ് കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.